കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയുടെ മുന്നിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് 9-ാം ബ്ലോക്കിലെ ഭാസ്കരൻ. അരമണിക്കൂറോളം നേരമാണ് ആനയ്ക്ക് മുഖാമുഖം ഭാസ്കരൻ അനങ്ങാതെ നിന്നത്. അരമണിക്കൂർ നേരം കാട്ടാനയ്ക്ക് മുന്നിൽ. ഒന്നനങ്ങിയാൽ ആന നേരെ പാഞ്ഞെടുക്കുമെന്നുറപ്പ്. ജീവനും കയ്യിൽ പിടിച്ച് ആനയ്ക്ക് മുന്നിൽ നിന്ന നിമിഷങ്ങൾ ഓർക്കുകയാണ് ആറളം ഫാം 9-ാം ബ്ലോക്കിലെ ഭാസ്കരൻ. നോക്കുമ്പോൾ എൻ്റെ വീടിന് തൊട്ട് മുറ്റത്ത് തന്നെ ഏകദേശം ഒരു 20 മീറ്റർ അകലത്തിൽ, 20 മീറ്റർ ഉണ്ടാവില്ല, 20 മീറ്റർ അകലത്തിൽ ആന വന്ന് നിൽക്കുകയും തൊട്ടടുത്ത് തന്നെ സ്കൂട്ടി, മുറ്റത്ത് തന്നെ എൻ്റെ സ്കൂട്ടി നിർത്തിയിരുന്നു. സ്കൂട്ടിൻ്റെ ഇടയിലൂടെ പട്ടി കണ്ടമാനം ആനയോട് ചാടി കടിക്കുമ്പോൾ പട്ടി ഞാൻ തുടർന്ന് പിടിച്ച് ഒരു 10-15 മീറ്റർ ദൂരോട്ട് മാറി വീട്ടുമുറ്റത്ത് തന്നെ. അപ്പോഴും ആന അടുത്ത് തന്നെ നിന്ന് നിലയുറപ്പിക്കുകയായിരുന്നു ഒരു പ്ലാവിൻ്റെ ഇടയിൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 11:30ഓടെയാണ് ഭാസ്കരൻ വീട്ടുമുറ്റത്തെത്തിയ ആനയ്ക്ക് മുന്നിൽപ്പെട്ടത്. വെപ്രാളത്തിനിടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. ഇതോടെ ആരെയും സഹായത്തിന് വിളിക്കാനായില്ല. മണ്ണുവാരി കുളിച്ചെത്തിയ മോഴയാനയാണ് തൊട്ടുമുന്നിൽ. തിരിഞ്ഞോടിയാൽ ആന നേരെ പാഞ്ഞെടുക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് ഭാസ്കരൻ അനങ്ങാതെ നിന്നു. അതിനിടെ ആനയെ കണ്ട് ഭയന്ന വളർത്തുനായ കുരയ്ക്കാൻ തുടങ്ങി. നായ കുരയ്ക്കുന്നത് കേട്ടാൽ ആന മുന്നോട്ട് വരുമെന്ന് ഉറപ്പായതോടെ ഭാസ്കരൻ നായയെ കയ്യിലെടുത്ത് ചേർത്ത് പിടിച്ചു. എന്നെ നോക്കുന്ന ആന വണ്ടിക്ക് നോക്കുന്നു, ചക്കയ്ക്ക് നോക്കുന്നു. അങ്ങനെ ആന അരമണിക്കൂർ ഞാൻ ആനയും നേരെ ഈ പട്ടീനെ പിടിക്കുന്ന സമയത്ത് പട്ടി എൻ്റെ കൈക്ക് 3-4 പ്രാവശ്യം കടിച്ചു. അത് വേനയില്ലാത്ത ഒരു കടി ആയതുകൊണ്ട് ഇത് കൈക്കൊന്നും സംഭവിച്ചില്ല, വളർത്തു പട്ടി ആയതുകൊണ്ട്. പിന്നീട് തെറിച്ചുപോയ ഫോൺ എടുക്കുകയും വനംവകുപ്പിലെ ആൾക്കാർ വിളിക്കുകയും പിന്നെയും ആനയ്ക്ക് മുന്നിൽ ഏറെ നേരം നിൽക്കേണ്ടി വന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട അയൽവാസി മരമുറി യന്ത്രം പ്രവർത്തിപ്പിച്ച് ശബ്ദമുണ്ടാക്കിയതോടെയാണ് ആന മടങ്ങിയത്. ന്യൂസ് മലയാളം, കണ്ണൂർ.